ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ നമ്മളെല്ലാവരെയും സമ്മർദ്ദമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 23 അധ്യായത്തിലെ 35 തിരുവചനം വായിക്കാം. യേശു പറഞ്ഞു, പിതാവേ, അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നതെന്ന് അവർ അറിയുന്നില്ല. അവൻ്റെ വസ്ത്രങ്ങൾ ഭാഗിച്ചെടുക്കാൻ അവർ കുറിയിട്ടു. ജനം നോക്കി നിന്നു. പ്രമാണികളാകട്ടെ അവനെ പരിഹസിച്ച് പറഞ്ഞു, ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു. ഇവൻ ദൈവത്തിൻ്റെ ക്രിസ്തുവാണെങ്കിൽ, അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവനാണെങ്കിൽ തന്നെ തന്നെ രക്ഷിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രമാണികളാകട്ടെ അവനെ പരിഹസിച്ച് പറഞ്ഞു, ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു. ഇവൻ ദൈവത്തിൻ്റെ ക്രിസ്തുവാണെങ്കിൽ, അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവനാണെങ്കിൽ തന്നെ തന്നെ രക്ഷിക്കട്ടെ. പ്രിയമുള്ളവരെ, പരീക്ഷകൾ ഏത് ക്ലാസ് മുറിയിലായാലും ജീവിതത്തിലായാലും ക്ലേശകരം തന്നെയാണ്. ഒട്ടേറെ പരീക്ഷകളിലൂടെ യാത്ര ചെയ്ത് വേണം നാം നിത്യതയുടെ തീരത്ത് അണയാനായിട്ട്. ചെറു പരീക്ഷകളെ അതിജീവിക്കാൻ ആകാത്തവർക്ക് അന്ത്യപ്രലോഭനങ്ങളെ നേരിടാനാകില്ല. ആദ്യം ക്രിസ്തുവിൻ്റെ അന്ത്യപരീക്ഷകളെ പരിശോധിക്കാം. ഗത്സമനിയിലും കാൽവരിയിലുമായിരുന്നു അവസാന പ്രലോഭനങ്ങളുടെ കളരി. ഗത്സമനിൽ ക്രിസ്തു തൻ്റെ ഇഷ്ടത്തോട് മരിച്ചു. അതുകൊണ്ടാണ് കുതറാതെയും പതറാതെയും കാൽവരിയിലേക്ക് അവന് നീങ്ങാനായത്. പൂർണ്ണ മനുഷ്യനു കൂടിയായ ക്രിസ്തുവിൻ്റെ വേദന വർദ്ധിപ്പിച്ചത് എന്തായിരിക്കും? രക്തം വിയർപ്പ് തുള്ളികളായി വീഴാൻ വിധത്തിൽ എന്താണ് അവൻ ധ്യാനിച്ചത്? പ്രലോഭകൻ വിശ്വാസിയുടെ കൺമുമ്പിൽ ഒടുക്കം കൊണ്ടുവന്ന പ്രലോഭനം ആദ്യത്തേതിനേക്കാൾ ശക്തമായിരിക്കും. ശുശ്രൂഷ ആരംഭിക്കാൻ ഒരുങ്ങുമ്പോൾ ഈ പ്രലോഭകൻ വന്നിരുന്നു. ക്രിസ്തുവിൻ്റെ മുമ്പിൽ എളുപ്പം അവൻ അതിനെ അതിജീവിച്ചു. എന്നാൽ ശരീരവും മനസ്സും ഒരുപോലെ ദുർബലമായ സമയമാണിത്. ക്രിസ്തുവിൻ്റെ ഗത്സമൻ എന്ന് ഓർക്കണം. ദൗർബല്യങ്ങളുടെ കല്ലിൽ തട്ടിയല്ല നാം പലപ്പോഴും വീണു പോകുന്നത്. ശരീരം ക്ഷീണിച്ചും മനസ്സ് മടുത്തും ഇരിക്കുമ്പോൾ വീണുപോകാൻ എളുപ്പമാണ്. അത് പ്രലോഭകൻ മുതലെടുക്കും. പ്രാർത്ഥനയുടെ ഇന്നലകളിൽ നാം എളുപ്പം അതിജീവിച്ച ചില പ്രലോഭനങ്ങൾ ഇന്ന് വീണുപോയതിൻ്റെ കാരണം എന്താണ്? ദുർബലമായിരുന്നു ഇന്നത്തെ ദിവസം മുഴുവൻ. ശിഷ്യരുടെ ഉറക്കം യൂദാസിൻ്റെ ഒറ്റിക്കൊടുക്കലിനുമിടയിലാണ് ക്രിസ്തുവിൻ്റെ ഗത്സമനിയിലെ പ്രാർത്ഥന. വരാൻ പോകുന്ന കാലത്ത് സഭയിലുണ്ടാകുന്ന പ്രശ്നങ്ങളും അധപതനവുമൊക്കെ പ്രലോഭകൻ ആവശ്യത്തിലധികം ക്രിസ്തുവിൻ്റെ ഏകാന്തതയിൽ അവനെ കാണിക്കുന്നുണ്ട്. നിന്റെ സഹനം പ്രയോജനമറ്റതാണ്. നിന്റെ ശിഷ്യർ തന്നെ നിന്നെ ഉപേക്ഷിക്കും. ജനം കൈവിടും. ഇങ്ങനെ ഒന്നിനു പുറകെ മറ്റൊന്നായി പ്രലോഭകൻ നൽകുന്നുണ്ട്. തനിയെ നേരിടാൻ മാനുഷികമായി എളുപ്പമല്ലാത്തതിനാൽ ആണ് ശിഷ്യരെ കൂട്ടി വിളിച്ചത്. അവരാകട്ടെ അന്നേ വരെ ഇല്ലായിരുന്ന ഉറക്കത്തിനും അന്ത്യപരീക്ഷണം നീ അതിജീവിക്കണമായിരുന്നു. മരണവേദന തീവ്രമാകാനുള്ള കാരണത്തെക്കുറിച്ച് സഭാപിതാക്കന്മാർ പറയുന്നുണ്ട്. ദുഷ്ടൻ ഒരു ആത്മാവിൻ്റെ അവസാന സമയങ്ങളിൽ നൽകുന്ന പ്രലോഭനങ്ങൾ കഠിനമാണ്. എനിക്കേറെ വെറുപ്പമുള്ള ഒരാളോട് ഇനിയും ഞാൻ മാപ്പ് ഇരുന്നിട്ടില്ലെങ്കിൽ അവൻ്റെ മുഖം പ്രലോഭനം കാണിച്ചു തരും. അതിജീവിക്കാതെ നിരന്തരം വഴിപ്പെട്ടു പോകുന്ന ദൗർബല്യങ്ങൾ നിരത്താൻ തുടങ്ങും. ബോധപൂർവം ജീവിച്ചിരിക്കുമ്പോൾ അതിജീവിക്കാൻ കഴിയാത്തത് മരണനേരത്ത് സാധിക്കുമെന്ന് കരുതരുത്. ധനവാനെ പോലെ ജീവിച്ചിട്ട് ലാസറിനെ പോലെ മരിക്കാമെന്ന് കരുതുന്നുണ്ടോ? എല്ലാ സെമസ്റ്റർ പരീക്ഷകളിലും തോറ്റുപോയിട്ട് ഒടുക്കത്തെ പരീക്ഷ നിർഭയം നേരിടാമെന്ന് കരുതുന്നത് വ്യാമോഹമല്ലേ? മരുഭൂമിയിലെ പരീക്ഷ അതിജീവിച്ചവന് ഗത്സമൻ തോട്ടത്തിൽ വിജയിക്കാതിരിക്കാൻ പാവില്ല. പ്രിയമുള്ളവരെ, കാൽവരിക്കുന്നിന് ചുറ്റും ഏറെ മനുഷ്യർ കാത്തു നിൽക്കുന്നുണ്ട്. 31 വർഷം ജീവിച്ച
3 മണിക്കൂർ കൊണ്ട് തള്ളിപ്പറയുമോ അതോ ജീവിച്ചതിനെ മരണം കൊണ്ട് സാക്ഷ്യപ്പെടുത്തുമോ എന്നറിയാണ്ട് കുരിശിൽ കയറ്റുന്നവരുടെ നാവ് അറുത്ത് കളയാറുണ്ട്. കാരണം ശേഷിച്ച ജീവൻ വെച്ച് അവർ ഒരുപക്ഷെ ജന്മം നൽകിയവരെ മുതൽ കുരിശിൽ കയറ്റിയവരെ വരെ ശപിക്കാനിടയുണ്ട്. ക്രിസ്തുവിൻ്റെയും കൂട്ടരുടെയും നാവ് അറുത്തില്ല. അവൻ എന്തു പറയുമെന്ന് കേൾക്കണം. സകലർക്കും അതിനിടയിലാണ് പടയാളികൾ പറയുന്നത്, നീ ദൈവപുത്രനെങ്കിൽ കുരിശിൽ നിന്ന് ഇറങ്ങി വരിക. എന്തൊരു പരീക്ഷണയാണിത്, അല്ലെങ്കിൽ പരീക്ഷമാണ് ഇത്. വഹിച്ച കുരിശോ ഏറ്റടികളോ ഒന്നുമല്ല. ഇത്തരം വെല്ലുവിളികളാണ് മഹാപരീക്ഷകൾ. കുരിശിൽ നിന്ന് ഇറങ്ങി വരാൻ ആർക്കാ തോന്നാത്തത്? എന്നാൽ ക്രിസ്തുവിനത് തോന്നിയില്ല. കാരണം അവൻ ഇത്തരം പരീക്ഷകൾ പലത് അതിജീവിച്ചതാണ്. ദൈവത്തിൻ്റെ പുത്രനാകുന്നത് കുരിശിൽ നിന്നും ഇറങ്ങിയല്ല, അതിനെ ചേർത്ത് പിടിച്ചാണെന്ന് പലവട്ടം തന്നോടും മറ്റുള്ളവരോടും അവൻ പറഞ്ഞിട്ടുണ്ട്. പല കൂട്ടം മനുഷ്യർ ഇതുകൊണ്ട് തന്നെ അവന് നഷ്ടമായിട്ടുണ്ട്. സാധാരണമായി ജീവിതത്തിൻ്റെ ക്ലാസ് മുറികളിൽ അളക്കപ്പെടാത്ത പരീക്ഷകൾ അവസാന സമയത്തിനായി കാത്തുവച്ചിട്ടുണ്ട്. ദൈവം പോലും കൈവിടും വിധമുള്ള ഒരു പരീക്ഷയായിരുന്നു ക്രിസ്തുവിന് കിട്ടിയത്. അവനാകട്ടെ പിതാവിൻ്റെ മാറിൽ വിലയും പ്രാപിച്ച് പരീക്ഷയ്ക്ക് വ്യക്തമായ മറുപടി നൽകി. പ്രിയമുള്ളവരെ, നമ്മളെല്ലാം ജീവിതത്തിൽ പരീക്ഷകൾ നേടുന്നവരാണ്. പല പരീക്ഷകൾക്കും ഉത്തരമില്ല. ചില പരീക്ഷകൾ നമ്മൾ അനുഭവിക്കുക തന്നെ വേണം. അതുകൊണ്ടാണ് പ്രമാണികളോട് അവനെ പരിഹസിച്ചു. ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു. ഇവൻ ദൈവത്തിൻ്റെ ക്രിസ്തുവാണെങ്കിൽ, അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവനാണെങ്കിൽ തന്നെ രക്ഷിക്കട്ടെ. പ്രിയമുള്ളവരെ, അപ്പോൾ എങ്ങനെയാണ് ബലി പൂർത്തിയാക്കുക? ഈ അന്ത്യപരീക്ഷണം ഇല്ലാതാക്കാൻ പറ്റത്തില്ല. അത് കൂടിയേ തീരൂ. നമ്മൾ ഈ ലോകത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ പല കാര്യങ്ങളിൽ കൂടി നമുക്ക് കടന്നു പോയേ തീരൂ. അതിന് യാതൊരു ഷോർട്ട് കട്ടും ഇല്ല. ശരിയായുള്ള വഴിയിൽ കൂടെ നാം ഓരോരുത്തരും യാത്ര ചെയ്തേ പറ്റൂ. ഐഹികമായി ലോകത്തിൻ്റെ സമ്പത്തിലും സമൃദ്ധിയിലും സുഖലോലുപതയിലും എല്ലാം ഒഴുകിയിരിക്കുന്ന മനുഷ്യർക്ക് ഈ ലോകത്തിൽ നിന്ന് പോകണമെന്നുള്ള സത്യത്തെ തിരിച്ചറിയണം. അതിനെക്കുറിച്ച് ചിന്തിക്കണം. അന്ത്യപരീക്ഷണം ഉണ്ടെന്നുള്ളത് തിരിച്ചറിയണം. അതിനുവേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കണം. അതാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം, പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കാം, 2 കരങ്ങളൊന്ന് കൂപ്പി പിടിക്കാം. ജീവിത പരീക്ഷകൾ അനുദിനം പ്രത്യാശയോടെ നേരിടുവാൻ ദൈവമേ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ശക്തി പകരണമേ, കരുത്ത് പകരണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.